പൂക്കളവും ഊഞ്ഞാലും സദ്യയും ഉറിയടിയും വള്ളംകളിയും. ഓണമെന്ന് കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഇതൊക്കെയാണ്. ഒരു മതേതര സാംസ്കാരിക ഉത്സവം എന്ന പേരിലാണ് ഇന്ന് ഓണം കൊണ്ടാടപ്പെടുന്നത്. എന്നാൽ ആർഭാടങ്ങളുടെ ഈ പുറമോടിക്ക് പിന്നിൽ ഒരു ജനതയുടെ വിശ്വാസങ്ങളെയും പൈതൃകത്തെയും വേരോടെ പിഴുതെറിയാൻ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി നടന്ന, ഇപ്പോഴും തുടരുന്ന ഒരു വലിയ ഗൂഢാലോചനയുടെ കഥയുണ്ട്. സാക്ഷാൽ മഹാവിഷ്ണുവിനെയും അദ്ദേഹത്തിന്റെ അവതാരമായ വാമനനെയും സ്വന്തം മണ്ണിൽ നിന്നും ജനങ്ങളുടെ മനസ്സിൽ നിന്നും പടിയിറക്കി വിടാൻ ആസൂത്രിതമായി നടന്ന ഒരു അജണ്ടയുടെ കമ്മ്യൂണിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകളും ഏകപക്ഷീയമായ മതേതരവാദികളും ചേർന്ന് ഹൈന്ദവ സമൂഹത്തോട് ചെയ്ത ആ ചരിത്രപരമായ സാംസ്കാരിക വഞ്ചനയുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക്. ഓണമെന്ന ഹൈന്ദവ ഉത്സവത്തിന് നേരെയുള്ള ആദ്യത്തെ ആക്രമണം വരുന്നത് വിദേശികളിൽ നിന്നായിരുന്നില്ല, മറിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ചില ഇടത് ബുദ്ധിജീവികളിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകളിൽ നിന്നുമായിരുന്നു. 1920-നും 1940-നും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ഇതിന്റെ തുടക്കം. ധർമ്മം സംരക്ഷിക്കാൻ അവതരിച്ച മഹാവിഷ്ണുവിനെയും വാമനനെയും ബ്രാഹ്മണ വഞ്ചനയുടെയും ആര്യൻ അധിനിവേശത്തിന്റെയും പ്രതീകങ്ങളായി അവർ മാറ്റിയെഴുതി. മഹാബലിയെ ഒരു കീഴാള രാജാവായും അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ ഒരു പ്രാകൃത കമ്മ്യൂണിസ്റ്റ് കാലഘട്ടമായും EMS നമ്പൂതിരിപ്പാടിനെ പോലെയുള്ളവർ വ്യാഖ്യാനിച്ചു. ഒരു തികഞ്ഞ മഹാവിഷ്ണു ഭക്തനായ മഹാബലിയെ ദൈവത്തിൽ നിന്ന് അകറ്റി വെറുമൊരു കമ്മ്യൂണിസ്റ്റ് പോരാളിയായി അവർ അവതരിപ്പിച്ചു. പിന്നീട് 1961-ൽ പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഓണത്തെ കേരളത്തിന്റെ ഔദ്യോഗിക സംസ്ഥാന ഉത്സവമായി പ്രഖ്യാപിച്ചു. അതോടെ തൃക്കാക്കര ക്ഷേത്രത്തിലെ ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഹൈന്ദവ ഭവനങ്ങളിലെ ഈ പുണ്യദിനം പൂർണ്ണമായും മതേതരവൽക്കരിക്കപ്പെട്ടു. സർക്കാരിന്റെ സ്പോൺസർഷിപ്പോടെ ഓണം വെറുമൊരു സാംസ്കാരിക വിനോദമായി മാറി. വിഷ്ണുവും വാമനനും ഒക്കെ ബോധപൂർവം അവിടെ നിന്ന് പടിയിറക്കപ്പെടാൻ തുടങ്ങി. 2000-ങ്ങൾക്ക് ശേഷം ഈ അജണ്ടകൾക്ക് കൂടുതൽ മൂർച്ച കൈവന്നു. 2009-ൽ VS സർക്കാരിന്റെ കാലത്ത് കേരള സർക്കാരിന്റെ ഔദ്യോഗിക മാസികയായ കേരള കോളിംഗ് ഓണത്തിന് ഹൈന്ദവ വേരുകളില്ലെന്നും അതൊരു മതേതര കാർഷിക ഉത്സവം മാത്രമാണെന്നും പ്രഖ്യാപിച്ചു. ഇതോടെ ഓണത്തെ ഹൈജാക്ക് ചെയ്യാനുള്ള ധൈര്യം മറ്റ് മതമൗലികവാദികൾക്കും ലഭിച്ചു. 2014-ൽ ഹുസൈൻ ബാപ്പു എന്നൊരാളുടെ വൈറലായ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇസ്ലാമിസ്റ്റുകൾ ഓണത്തിനുമേൽ അവകാശവാദം ഉന്നയിച്ചു. ഓണത്തിന് മഹാവിഷ്ണുവുമായി യാതൊരു ബന്ധവുമില്ലെന്നും അതിൽ മുസ്ലിങ്ങൾക്കും ചരിത്രപരമായ പങ്കുണ്ടെന്നുമായിരുന്നു വാദം. 2016-ൽ ഇത് മറ്റൊരു തലത്തിലേക്ക് മാറി. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി അഥവാ MES ഓണത്തെ ഒരു മതേതര ദ്രാവിഡ ഉത്സവം എന്ന് പ്രഖ്യാപിച്ചു. അതായത് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കുറ്റബോധമില്ലാതെ ഓണം ആഘോഷിക്കാൻ അതിലെ ഹൈന്ദവ സങ്കല്പങ്ങളെ പൂർണ്ണമായും വെട്ടിമാറ്റുകയായിരുന്നു അവർ. 2017-ൽ ക്രിസ്ത്യൻ കന്യാസ്ത്രീകൾ തിരുവാതിര കളിക്കുന്ന വീഡിയോ പങ്കുവെച്ച് ശശി തരൂരിനെ പോലെയുള്ള നേതാക്കൾ ഇതാണ് യഥാർത്ഥ ഓണമെന്ന് വരുത്തി തീർത്തു. ഒടുവിൽ 2024-ൽ സിറോ മലബാർ സഭയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഓണം മതപരമല്ല, വെറുമൊരു സാംസ്കാരിക ഉത്സവം മാത്രമാണ് എന്ന്. അങ്ങനെ തന്ത്രപരമായി ഹിന്ദുക്കളുടെ മാത്രം വിശ്വാസപരമായ ഒരു അടിത്തറ അവർ ഇല്ലാതാക്കി. ഇതൊരു ഹൈന്ദവ ഉത്സവമാണെന്ന് ഓർമ്മിപ്പിക്കുന്നവരെല്ലാം ഇവിടെ വർഗീയവാദികളായി മുദ്രകുത്തപ്പെട്ടു. 2016-ൽ അമിത്ഷാ വാമന ജയന്തി ആശംസകൾ നേർന്നപ്പോൾ കേരളത്തിലുണ്ടായ വലിയ കോലാഹലങ്ങൾ അതിന്റെ ഉദാഹരണമാണ്. ഒടുവിൽ 2025-ൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓണത്തെ തന്റെ സർക്കാരിന്റെ നവകേരള രാഷ്ട്രീയ അജണ്ടയുടെ PR ടൂളായി വരെ മാറ്റിയിരുന്നു. ഓണത്തെ ഹിന്ദുക്കളുടേതല്ലാതെ മറ്റുള്ളവരുടേതുമാക്കി മാറ്റുക എന്ന 100 വർഷത്തെ ലക്ഷ്യം അവിടെ പൂർത്തിയാവുകയായിരുന്നു. പൂക്കളും പായസവും മാത്രം ബാക്കിയായപ്പോൾ സാക്ഷാൽ വാമനമൂർത്തി ചരിത്രത്തിൽ നിന്ന് തന്നെ തമസ്കരിക്കപ്പെട്ടു. നോക്കൂ, അവസാനമായി ഒരു കാര്യം പറയട്ടെ. ഓണം അഹിന്ദുക്കൾ ആഘോഷിക്കുന്നതിലോ അതൊരു ഒരുമയുടെ വേദിയായി മാറുന്നതിലോ ഒന്നും കേരളത്തിലെ ഒരു ഹിന്ദുവിനും യാതൊരു എതിർപ്പുമില്ല. ഹൈന്ദവ സംഘടനകൾക്ക് പോലും അതിൽ അഭിമാനമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് കപട മതേതരത്തിന്റെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പാണ്. കേരളത്തിന് ഒരു ഔദ്യോഗിക സംസ്ഥാന ഉത്സവം വേണമെന്ന് വന്നപ്പോൾ ഇടതിനും വലതിനും ഹിന്ദുക്കളുടെ ഉത്സവം തന്നെ വേണമായിരുന്നു. എന്തുകൊണ്ട് മുസ്ലിങ്ങളുടെയോ ക്രിസ്ത്യാനികളുടെയോ ഒരു ആഘോഷം സംസ്ഥാന ഉത്സവം ആക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇവരുടെ മറുപടി അതൊന്നും കേരളത്തിൽ ഉത്ഭവിച്ചതല്ലല്ലോ എന്നാകും. വളരെ ശരിയായ വാദം. പക്ഷെ ഇതേ വാദം തന്നെയല്ലേ വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിന്റെ കാര്യത്തിലും പ്രസക്തമാകുന്നത്? ഭാരതത്തെ ഹൈന്ദവ സങ്കല്പങ്ങളോടെ വർണ്ണിക്കുന്നു എന്ന് ആരോപിച്ച് എല്ലാവർക്കും പാടാൻ പാകത്തിൽ അന്ന് വന്ദേ മാതരത്തിലെ സുപ്രധാന വരികൾ അവർ മുറിച്ചു മാറ്റി. കൃത്യം അത് തന്നെയാണ് ഒരു നൂറ്റാണ്ടായി ഓണത്തോടും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ആഘോഷിക്കാൻ വേണ്ടി ഒരു ഹൈന്ദവ ഉത്സവത്തിന്റെ ആത്മാവായ വിഷ്ണു സങ്കല്പത്തെയും ഹൈന്ദവ സ്വത്വത്തെയും അവർ നിർദ്ദയം വെട്ടിമാറ്റുന്നു. അതായത് മറ്റു മതസ്ഥർ ഹിന്ദുക്കളുടെ ഉത്സവത്തിലേക്ക് വരുന്നതിൽ ഹിന്ദുക്കൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അതിനായി ഹിന്ദുക്കളുടെ ദൈവങ്ങളെ അവർ തന്നെ പടിക്ക് പുറത്ത് നിർത്തണം എന്ന് നിർബന്ധിക്കുന്നിടത്താണ് പ്രശ്നം. ഉൾക്കൊള്ളൽ എന്നാൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ സ്വന്തം അസ്തിത്വം മായ്ച്ചു കളയലാണ് എന്നാണ് കാലാകാലങ്ങളായി ഹിന്ദു സമൂഹത്തിനെ ഭരണവർഗം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
നോക്കൂ, ഉൾക്കൊള്ളലിനെ പറ്റി ഹിന്ദുക്കൾക്ക് നിങ്ങൾ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു പൂജാമുറിയിലോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ബസ്സിലോ അതുമല്ലെങ്കിൽ ഒരു ഹോട്ടലിലോ ഒരു നിലവിളക്കിന് മുന്നിൽ ഗണപതിയുടെയും യേശുക്രിസ്തുവിന്റെയും മക്കയുടെയും ചിത്രം ഒരുമിച്ചിരിക്കുന്നത് കണ്ടാൽ 99% അത് ഹിന്ദുവിന്റെ വീടോ സ്ഥാപനമോ ആണെന്ന് നിങ്ങൾ കണ്ണുമടച്ചു പറയാം. 33 കോടി ദൈവങ്ങളെ സഹിക്കുന്ന ഹിന്ദുക്കൾക്ക് മറ്റു 2 ദൈവങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ മതേതരത്വം വൺ സൈഡഡ് ആകുമ്പോഴാണ് പ്രശ്നം. ഗണപതി മിത്താണ് എന്ന് പറയുകയും അള്ളാഹുവിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഏകദൈവത്തിന്റെ കാര്യം പ്രത്യേകം ചർച്ച ചെയ്യേണ്ട കാര്യമാണെന്ന് പറയുകയും ചെയ്യുന്ന ആ നട്ടലില്ലായ്മയുണ്ടല്ലോ. ശബരിമലയിൽ യുവതി പ്രവേശനത്തിന് വേണ്ടി നവോത്ഥാന നായകരാകുകയും സമസ്തയിലെ മതമേലധ്യക്ഷൻ 10ാം ക്ലാസ്സിലെ പെൺകുട്ടിയെ സ്റ്റേജിൽ നിന്ന് ഓടിച്ചു വിടുകയും ചെയ്തപ്പോൾ അണ്ണാക്കിൽ പിരിവെട്ടി പഴം വിഴുങ്ങിയിരിക്കുകയും ചെയ്യുന്ന ആ ഇരട്ടത്താപ്പുണ്ടല്ലോ, അതാണ് സംഘപരിവാറിന് വളരാനുള്ള ഏറ്റവും നല്ല ചാണകവളമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് ചരിത്രം എന്താണെന്നോ എന്താണ് യഥാർത്ഥത്തിൽ ഓണത്തിന് പിന്നിലെ ഹൈന്ദവ സങ്കല്പമെന്നോ അറിയാതെ ഓണം ആഘോഷിക്കുന്ന ഹിന്ദുക്കൾക്ക് മുൻപായി ഈ നാട്ടിലെ ഇടതുപക്ഷം ചരിത്രത്തിൽ കാണിച്ച ഇരട്ടത്താപ്പുകൾ തുറന്നു കാണിച്ചുകൊണ്ടേയിരിക്കും. ഒരു ജനതയുടെ സാംസ്കാരിക അസ്തിത്വം വളരെ തന്ത്രപരമായി ഇല്ലാതാക്കിയതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഓണത്തിന്റെ മതേതരവൽക്കരണം എന്ന് ആവർത്തിച്ച് പറയുക തന്നെ ചെയ്യുന്നു. സൃഷ്ടി